തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോൽവിക്ക് കാരണം കണ്ടെത്തുകയാണ് രാഹുൽ. പരിഹാസവുമായി അമിത് ഷാ. ബീഹാറിൽ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്നത് BJP ഇതര വോട്ടർമാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോൽവിക്ക് കാരണം കണ്ടെത്തുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് അമിത് ഷാ പരിഹസിച്ചു. ബീഹാറിലെ സീതാമർഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടിക ശുദ്ധീകരണം ഒരു പുതിയ കാര്യമല്ലെന്നും രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റുവാണ് ഇതിന് തുടക്കമിട്ടതെന്നും അമിത് ഷാ പറഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ നിങ്ങളുടെ ബീഹാർ തോൽവിക്ക് വോട്ടർ പട്ടികയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു, അമിത് ഷാ പരിഹസിച്ചു. ബീഹാറിൽ BJP വലിയ വിജയം നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. തേജസ്വി യാദവിന്റെ RJD നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യം സംസ്ഥാനത്തിന്റെ വികസനത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. ഭരണകാലത്ത് ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്, വോട്ടർ പട്ടിക പുനഃപരിശോധന പുതിയ കാര്യമല്ല. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോൽവിയുടെ കാരണം കണ്ടെത്തുകയാണെന്നും അമിത് ഷാ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് നുഴഞ്ഞുകയറ്റക്കാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. ഇന്ത്യയിൽ ജനിക്കാത്തവർക്ക് ഭരണഘടന വോട്ടവകാശം നൽകുന്നില്ല. ഭരണഘടന കയ്യിൽ പിടിച്ചു നടക്കുന്ന രാഹുൽ അത് തുറന്നു വായിക്കുകയും വേണമെന്നും അമിത് ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർ പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയതുകൊണ്ടാണ് പുനഃപരിശോധനയെ എതിർക്കുന്നതെന്നും അമിത് ഷാ വിമർശിച്ചു. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർ പട്ടിക പുനഃപരിശോധിക്കണമെന്ന ആവശ്യം വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടതുമായ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരെ കണ്ടെത്തി അവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ BJPയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് RJDയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചിരുന്നു.